അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ജോർജ് കുര്യൻ്റെ പ്രസ്താവനയുമായി പോയാൽ നിങ്ങൾക്ക് ആര് വോട്ട് തരുമെന്നൊരു രാഷ്ട്രീയ ചോദ്യമില്ലേ? കേരളത്തെ പിന്നാക്കാവസ്ഥയിലാക്കാൻ നടക്കുന്നവരാണോ നിങ്ങൾ? ദരിദ്ര കേരളത്തെ സ്വപ്നം കാണുന്നവരാണോ കേരളത്തിലെ BJP എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ നേരിടും? പിന്നാക്കാവസ്ഥയാവട്ടെ, പിന്നോക്കമാണെന്ന് പറയട്ടെ എന്ന് കേരളത്തിൽ നിന്ന് പോയൊരു കേന്ദ്രമന്ത്രിക്ക് പറയാൻ കൊള്ളാമോ? അങ്ങനെ ഒരു സംസ്ഥാനവും പറയില്ലല്ലോ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. അത് നാക്കുപിഴയാണെങ്കിൽ അധികം വൈകാതെ തിരുത്തുന്നതല്ലേ നല്ലത്. അതിനെ BJP എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? പി കൃഷ്ണദാസ്. ബഹുമാനപ്പെട്ട അരുൺ, ശ്രീ ജോർജ് കുര്യൻ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനോടുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്നുള്ള നിലക്കാണ്. ഇന്ന് അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നേരത്തെ ശ്രീ CP ജോൺ അതിനെ കൃത്യമായി പറഞ്ഞല്ലോ, എങ്ങനെയാണ് ബജറ്റിനെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. അതിലെന്തെങ്കിലും തിരുത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയുകയോ അല്ലെങ്കിൽ വിശദീകരിക്കുകയോ ചെയ്യട്ടെ. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തുകൾ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം പറയാത്തിടത്തോളം കാലം പ്രത്യേകിച്ച് അതിലൊരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിന്റെ ആവശ്യമില്ല. ഇന്ന് ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്ന നിലയ്ക്ക് കേരളത്തിന്റെ പിന്നാക്കാവസ്ഥ തെളിയിക്കൂ, അതിനുശേഷം കേരളത്തെ സഹായിക്കാമെന്ന് കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി പറയുന്നത് രാഷ്ട്രീയതീതമായി താങ്കളെയും സമ്മർദ്ദത്തിലാക്കുന്നില്ലേ പി കൃഷ്ണദാസ്? താങ്കൾക്കതിൽ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലേ? അരുൺ, അത് ഒരാൾ സംസാരിക്കുമ്പോൾ എടുക്കുന്ന അർത്ഥത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ചിന്തയുടെയും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നു, അരുൺ എന്നോട് ചോദ്യം ചോദിക്കുന്നു, ബുദ്ധിമുട്ടിലാക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിലെന്താണ് ആൻസർ പറയുക എന്നുള്ളതിനനുസരിച്ചിട്ടാണല്ലോ അതിൻ്റെ വിശദീകരണങ്ങളും നിലപാടുകളും വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ബീഹാറിന് എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളത് ചോദിച്ചാൽ ആ സമയത്ത് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ടാകും. കേരളത്തിന് കൊടുത്തില്ല, ബീഹാറിന് ബീഹാറിന്റെ പിന്നാക്കാവസ്ഥ മാത്രം പരിഗണിച്ചുകൊണ്ടല്ല, ബീഹാറിനേക്കാൾ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇന്ന് ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ആണ് മാനദണ്ഡമെങ്കിൽ ബീഹാറിന് 3-ാം സ്ഥാനമാണ്, 10% മറ്റുമാണ്. അതിനേക്കാൾ 17% കിട്ടുന്ന ഉത്തർപ്രദേശുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിന് കൊടുക്കണം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പോലും പിന്തള്ളി ബീഹാറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നേരത്തെ CP ജോണും പ്രകാശ് മാസ്റ്ററും പറഞ്ഞതുപോലെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് ഒക്ടോബർ നവംബറിൽ നടക്കാൻ പോകുന്ന സഖ്യകക്ഷിയായ നിതീഷ് കുമാറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിനാണ്. അതാണ് ധനമന്ത്രി നടത്തിയത്. കേരളത്തിൽ ഇലക്ഷൻ ഇല്ല. കേരളത്തിൽ 2026 ഇലക്ഷൻ. കേരളത്തിലെ ഇലക്ഷനിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിന് വേണ്ട. ചൂരൽമല മുണ്ടക്കൈക്ക് പോലും കൊടുത്തില്ല, വിഴിഞ്ഞത്തിന് കൊടുത്തില്ല, റബ്ബറിന് കൊടുത്തില്ല, പ്രവാസികൾക്ക് കൊടുത്തില്ല. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. ഡോക്ടർ അരുൺ, ഇതിൽ പ്രകാശം മാഷ് പറഞ്ഞതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് അങ്ങേക്കറിയാമല്ലോ. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിന് 24,000 കോടി കൊടുത്തില്ല എന്നാ മാഷ് പറയുന്നത്. അല്ല, 40,000 കൊടുത്തില്ല, 24,000, 27,000 73,000 കോടി വേണ്ടതാണ് ജനസംഖ്യാനുപാതികമായി എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. 40,000 എങ്കിലും കൊടുക്കണമായിരുന്നു, 40,000 കോടിയെങ്കിലും കൊടുക്കണമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 27,000 കോടി മാത്രമേ കൊടുത്തുള്ളൂ. അതേസമയം 2,25,000 കോടി കൊടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശിന്. അരുൺ, അതാ ഞാൻ പറഞ്ഞത്. നേരത്തെ ശ്രീ CP ജോൺ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ 2 വശവും പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഫിനാൻസ് കമ്മീഷൻ ഇത് കണക്കാക്കുക, അതിൻ്റെ ബജറ്റിംഗ് എങ്ങനെയാണ് വരിക എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് ഈ സാധാരണക്കാരിലേക്ക് വോട്ട് കിട്ടുകയോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് BJPക്കെതിരായി ഒന്ന് ചിന്തിപ്പിക്കാനോ പറയുന്ന ഒരു തരത്തിലേക്ക് പറയുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ല. അതിലൊരു രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയമല്ലേ നമുക്ക് പറയാൻ കഴിയൂ. അത് പ്രകാശ് മാഷ് പറയണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിലൊരു യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്. ഉദാഹരണത്തിന് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു അരുൺ? 24,000 കോടി വേണമെന്നുള്ളതാണ് ഒരു ഡിമാൻഡ്. എന്തായിരുന്നു ആ ഡിമാൻഡിൻ്റെ അടിസ്ഥാനം? കേരളത്തിന് കടമുണ്ട്, ആ കടം വീട്ടാൻ 24,000 കോടി വേണം. പിന്നെ അങ്ങ് ചോദിച്ചതുപോലെ വയനാടിന് 2,000 കോടി വേണം. അരുൺ, ഞാൻ അങ്ങേക്കറിയാമല്ലോ, വയനാടിൻ്റെ ഏതെങ്കിലും ഒരു പാക്കേജ് കേരളത്തിലെ മന്ത്രിസഭകൾ അതിനുശേഷം കൂടിയതിന് ശേഷം തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പാക്കേജ് കേരളം പ്രഖ്യാപിച്ചോ? അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആളുകളുടെ പേര് പോലും പുറത്തുവിട്ടത് തെറ്റാണെന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിന് 17 കൊടുത്തില്ലേ ശതമാനം, ബീഹാറിന് 10 കൊടുത്തില്ലേ ശതമാനം എന്നൊക്കെ പറയുമ്പോൾ അതാണ് നേരത്തെ CP ജോൺ സൂചിപ്പിച്ചത്. ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഘടകമല്ലല്ലോ ഇതിലെടുക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അത് കണക്കാക്കിക്കൊണ്ടാണ് പ്രകാശ് മാഷ് സംസാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിന് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ
അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, എല്ലാ വിഹിതത്തിൻ്റെയും ഭാഗമായിട്ട് വരുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ സംസ്ഥാന ഗവൺമെൻറ് വഴി നടപ്പാക്കുന്ന പദ്ധതികളിലേക്കുള്ള എമൗണ്ടാണ് വകയിരുത്തുന്നത് ബജറ്റിൽ. ഇനി പ്രത്യേകമായി കേരളത്തിന് എന്തെങ്കിലും ഉണ്ടോ? അങ്ങ് ചോദിച്ച റബ്ബർ ബോർഡിൻ്റെ കാര്യം, അങ്ങ് ചോദിച്ച മറ്റേതെങ്കിലും കാര്യം. ഇപ്പോൾ താങ്ങുവിലയെ സംബന്ധിച്ച് കേരളം ആവശ്യപ്പെട്ടുള്ളത് നെല്ലിന് താങ്ങുവില പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. നെല്ലിന് താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത് 40 രൂപയാക്കണം എന്നുള്ളതാണ്. അങ്ങേക്ക് ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ഈ നെല്ലിൻ്റെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ട 40 രൂപ എന്ന് പറയുന്നിടത്ത് ഇപ്പോഴുള്ള താങ്ങുവില എത്രയാണ്? 28 രൂപയാണ്. ആ 28 രൂപ വരുമ്പോൾ കേന്ദ്രം എത്രയാണ് കൊടുക്കുന്നത്? 23 രൂപയാണ്. സംസ്ഥാനം കൊടുക്കുന്നത് 5.20 രൂപയാണ്. ഇത് 2014 എത്രയായിരുന്നു എന്ന് അറിയാമോ? 13 രൂപയാണ്. അത് 4.9 എന്ന സംസ്ഥാനത്തിൻ്റെ വിഹിതം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന നെല്ലിൻ്റെ താങ്ങുവിലയുടെ പെർസെൻറ്റേജ് അന്നുണ്ടായിരുന്ന 13-ൽ നിന്ന് 23 ആയപ്പോഴും കേരളത്തിന് കൊടുക്കേണ്ടി വന്നത് വെറും 1 രൂപയുടെ വർധനവ് മാത്രമാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന പല കണക്കുകളും ഈ തരത്തിൽ അതിൽ കേരളത്തിന്റെ കണക്കുകൾ എങ്ങനെയാണ് പ്രസക്തമാവുക? ഉദാഹരണത്തിന് ഇപ്പോൾ ഭക്ഷ്യമേഖലയിൽ ഒരു ഫുഡ് ഹബ്ബാക്കി ബീഹാറിനെ മാറ്റുമെന്ന് പറയുന്നു. അവിടെ മഖാന ബോർഡ് വരുന്നു. മഖാന ബോർഡ് എന്ന് പറയുന്നത് വന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നയാളാണ്. അവിടെ ഈ ഫോക്സ് സീഡ് എന്ന് പറയുന്നത് കയറ്റുമതിയിലടക്കം വലിയ പ്രാധാന്യമുള്ളതാണ്. പ്രോട്ടീനായിട്ടുള്ള ഒരുപാട് ഭക്ഷണ ധാതു സമ്പുഷ്ടമാണ്. അതൊക്കെ സ്വാഗതം ചെയ്യുന്നതാണ്. പക്ഷെ നോക്കി, ഇതെല്ലാം ഒരു സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിലെ ആളുകൾ മേടിക്കാത്തതുകൊണ്ടാണ്. അരുൺ, ഈ കേരളത്തിലെ പല കടകളിലും പ്രത്യേകിച്ച് പാലക്കാടൊക്കെ പോയാൽ താമരവളയം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അല്ലല്ല, ഞാനിതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാ പറഞ്ഞ. പക്ഷേ ബീഹാറിന് ഒരു മഖാന ബോർഡ് കൊടുക്കുമ്പോൾ കേരളത്തിലൊരു റബ്ബർ ബോർഡുണ്ട്, കേരളത്തിലൊരു നാളികേര വികസന ബോർഡുണ്ട്. ഞാനൊന്ന് പറയട്ടെ എന്ന്. ഞാനതാ പറഞ്ഞത്, കേരളത്തിലെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി പലപ്പോഴും ഈ താമരവളയം എന്ന് കേട്ടാൽ ഉടനെ അവരത് മേടിക്കില്ല. അരുൺ പറഞ്ഞല്ലോ ഇപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത്. അപ്പോൾ അവരതിനെ നേരെ നെഗറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ കേരളത്തിൽ ആയുഷ്മാൻ പദ്ധതി വന്നു, നടപ്പാക്കി. അരുൺ, കേരളത്തിൽ ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കിയോ? കഴിഞ്ഞ തവണ കേന്ദ്ര ഗവൺമെന്റ് 10,000 കോടി രൂപയാണ് ആയുഷ്മാൻ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഈ തവണയും അത് തന്നെയാണ് എമൗണ്ട് മാറ്റിവെച്ചിട്ടുള്ളത്. കേരളത്തിൽ നടപ്പാക്കിയോ? നടപ്പാക്കാൻ തീരുമാനിച്ചോ? ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിന് കാരണമല്ലല്ലോ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. അതാണ് നേരിട്ട് ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് തന്നെ പറയാൻ കഴിയില്ലല്ലോ കേരളത്തിന് വേണ്ടി ഒരു പ്രത്യേക സ്കീം ഈ ബജറ്റിൽ വെച്ചിട്ടുണ്ടോ? മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾക്ക്, ബീഹാർ ഒഴികെ എനിക്കൊന്നും ആസാമിന്റെ പേര് മാത്രമാണ് മറ്റൊരു സംസ്ഥാനത്തിന്റെ പേര് തന്നെ പറഞ്ഞത് ധനമന്ത്രി. മറ്റൊരു സംസ്ഥാനത്തിനും കാര്യമായി ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഈ പറയുന്ന വിഹിതമല്ലാതെ ബാക്കിയെല്ലാം പദ്ധതികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് സി പി ജോൺ പറഞ്ഞത്. ആ രാഷ്ട്രീയം നിങ്ങളുടെ സമ്മർദ്ദമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, താങ്കളുടെ പാർട്ടിയുടെ മന്ത്രിയോട് ഈ പ്രസ്താവന പിൻവലിക്കാൻ ആവശ്യപ്പെടില്ലേ? അതാണ് സി പി ജോൺ പറഞ്ഞത്. ഇനിയെങ്കിലും ജോർജ് കുര്യൻ ആ തെറ്റു മനസ്സിലാക്കിയത് പിൻവലിക്കുക. അതല്ലെങ്കിൽ കേരളത്തിലെ BJP-ക്കാരോട് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് പിന്നാക്കമാക്കാൻ നടക്കുന്ന മനുഷ്യരല്ലേ എന്നായിരിക്കും. ശ്രീ അരുൺ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് കേന്ദ്രം കൊടുക്കുന്ന പണത്തിൽ, പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കിട്ടിയ തുക എത്രയാണെന്ന് നമുക്കൊന്ന് ഊഹിക്കാമല്ലോ. 60,000 കോടിയിലേറെ രൂപയാണ് അരുൺ കിട്ടിയത്. ഇപ്പോൾ കേരളത്തിനൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. നടപ്പായോ? പദ്ധതി നടപ്പായോ? കേരളത്തിലെ റെയിൽവേ ഡബിളിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പദ്ധതികൾ മുന്നോട്ട് പോകാത്തത്? കേരളത്തെ ഇപ്പോൾ ഇനി ഒരു ചെറിയ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. കേരളയിലാണല്ലോ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി നമ്മൾ കഴിഞ്ഞ തവണ അവതരിപ്പിച്ചത്. ഈ ഗവൺമെൻറ് കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചത് 1,00,000 കോടിയുടെ പദ്ധതിയാണ് എന്നാണല്ലോ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും തടസ്സം പറഞ്ഞു എന്നാണ് അവരും വിശ്വസിക്കുന്നത്? അങ്ങനെ അവർ പ്രചരിപ്പിച്ചല്ലോ കേന്ദ്രത്തിന് അനുമതിയില്ല എന്ന്. ഇൻ പ്രിൻസിപ്പൾ അനുമതി കൊടുത്തു എന്ന് കേന്ദ്രം പറഞ്ഞത് കത്ത് പിന്നീട് പുറത്തുവിട്ടല്ലോ. കേന്ദ്ര ഗവൺമെൻറ് കേരളം കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി തടഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ, നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയട്ടെ. കേരളം ഇന്ന പദ്ധതി അവതരിപ്പിച്ചു, കേന്ദ്രം അനുമതി പ്രിൻസിപ്പളായിട്ട് കൊടുത്തെങ്കിലും BJP കേരളത്തിൽ മഞ്ഞക്കല്ല് പിഴുകാനാണ് നടന്നത്. UDF-ഉം ഞാൻ വരുന്നു. അത് മറ്റൊരു രാഷ്ട്രീയ വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. ഞാനൊന്ന് Debate with Dr. Arun Kumar.